ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ്. ആക്ച്വലി ഇത് വോയിസിൽ റെക്കോർഡ് ചെയ്തതാണ്, മൈക്ക് ഓണാക്കാൻ വേണ്ടി മറന്നുപോയി. ഇത് തികച്ചും ഒഫീഷ്യലായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് കേട്ടോ. ഇത് തികച്ചും ഒഫീഷ്യലായിട്ടുള്ളൊരു യാത്ര എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വർക്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഏതായാലും വയനാട്ടിലേക്കാണല്ലോ പോകുന്നത്, അപ്പം നമ്മൾ ചെറിയ ട്രിപ്പ് പോലെയും കൂടി ആക്കാം. നമുക്ക് ആക്ച്വലി വയനാട്ടിലെത്തിയിട്ട് 2 ആൾക്കാരെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് വണ്ടീൻ്റെ പൊല്യൂഷൻ തെറ്റിക്കിടക്കുക എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, നഗ്ന സത്യം. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി പൊല്യൂഷൻ എടുക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് താമരശ്ശേരിയൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൊല്യൂഷനൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ സെറ്റാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പൊല്യൂഷൻ്റെ പേപ്പറൊക്കെ കിട്ടി. ഒരു ഇൻവെർട്ടറാണ് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കട്ടെ, എൻ്റെ കൂടെ ഇത്ര നേരമുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ്, ഞാനിങ്ങനെ ജെൻസി കിഡ്സിന്റെ പാട്ടൊക്കെ ഇടും. അത് ഈ തന്തവൈബുള്ള ആൾക്കാർക്ക് പറ്റൂല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങളിപ്പോൾ ഏകദേശം അടിവാരം അവിടേക്ക് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോടയും കാണുന്നുണ്ട് ചുരത്തിലൊക്കെ കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് കേട്ടാലോ? അങ്ങനെ ഫൈനലി നമ്മൾ ചുരം കയറാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യുകയാണേ. ചുരത്തിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം പതുക്കെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബിക്കോസ് അത് നമ്മുടെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, വേറൊരാൾക്ക് വേണ്ടിയിട്ടോ വേറെ ഒരാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ അല്ല. ഞാൻ ഈ സാധനം വാങ്ങി വെച്ചിട്ട് കുറേ ആയി. എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴാന്ന് വെച്ച് വാങ്ങിയത്. ഫൈനലി ഞാനിതിട്ട് സന്തോഷമായി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാമെന്ന്. അത് ഞാൻ പറയാനുണ്ടായ കാരണം വേറെ ഒന്നല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏകദേശം ഒരു 5th ഹെയർ പിന്നിൽ എന്തോ എത്തിയപ്പം നമ്മളൊരു വളവ് അന്നേരം ഒരു ട്രക്ക് ഇങ്ങനെ ചുരം ഇറങ്ങി വരുവാണേ. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങോട്ട് കയറുക, ആ ട്രക്ക് ഇങ്ങോട്ട് വരിക. ഈ 2 വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തൊരു അൾട്ടോ കയറി. ഞങ്ങൾ വിചാരിച്ച് ഈശ്വര വണ്ടി തട്ടിയെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പതുക്കെ പോവുക. ഈ വലിയ വണ്ടികളൊക്കെ മുന്നിലുണ്ടെങ്കിൽ ഈ വളവെന്നുള്ള ഓവർടേക്കിംഗ് മാക്സിമം ഒഴിവാക്കുക. അത് നിങ്ങളെ എതിർ സൈഡിൽ വരുന്ന ആൾക്കും വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഞാനീ കാണിച്ചു തരുന്നത് അവിടെ എത്തണം കേട്ടോ നമുക്ക്. അപ്പം ഞങ്ങളതപ്പോൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോഴാണ് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നടാ. ഇത് ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്തൊരു സോങ് പ്ലേ ആവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് അടിച്ച്, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ്. എടാ, ആക്ച്വലി ഞാനിതിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ വണ്ടിയിൽ പാട്ട് വെച്ചത് കാരണം അതൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഞാനതിൻ്റെ ലാസ്റ്റ് ഇറങ്ങണമെന്ന് വിചാരിച്ചൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കറക്റ്റായിട്ട് മഴയും പെയ്ത്. കുറച്ച് കുരങ്ങന്മാരൊക്കെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് എനിക്ക് പറ്റുന്ന പോലെ. ലാസ്റ്റ് ഐഫോൺ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കലും നിർത്തി. അതാണ് ലാസ്റ്റ് സംഭവിച്ചത്. അതല്ല തള്ളേ ഏതല്ല വടക്കാരി നമ്മളിത് അവിടെയാണ് കേട്ടോ ഇറങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷെ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതൊരു ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു ടൈം ആവാനായിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇറങ്ങാനും പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ വെൽക്കം ടു വയനാട് എന്നുള്ള ഈ ബോർഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വയനാട്ടിലെത്തി. നമ്മൾ ഏകദേശം വയനാട്ടിലെത്തുന്ന സമയത്ത് ഏകദേശം 2 മണി എന്തോ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുളയരി പൈസ അങ്ങ് തട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനാ നമ്മൾ
ആക്ച്വലി 2 പേരുള്ളതുകൊണ്ട് നമ്മൾ 2 റൂംസാണ് എടുത്തത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പം അവർ 2 ആ റൂമിലും ഞാൻ ഈ റൂമിലും ആയിട്ടാണ് സ്റ്റേ. ഏകദേശം 2:44 ഇതുവരെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. ഫുഡ് കഴിക്കാം. അല്ല, ഞങ്ങൾ വളച്ചു വന്നിട്ട് കയറാം. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായേ. അപ്പോൾ നമ്മൾ 2 ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ 3 പേരും നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് കഴിച്ചു. പിന്നെ ഞാനൊരു മൂവിയൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങി കഴിഞ്ഞ് രാത്രിക്കത്തെ ഫുഡും കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഏകദേശം എലിഫൻറ്റ് ക്രോസിങ് ഏരിയ ഒക്കെയാണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് എലിഫൻറ്റിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ മാൻകൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരാം. ബൈ ബൈ.